ഹലോ, ഞാൻ നമ്മുടെ പാലായിൽ നിന്ന് കോട്ടയം അടുത്ത് വിട്ടിമുകൾ വരെ പോവുകയാണേ. ഞാൻ ഇന്നത്തെ നമ്മുടെ പാലയുടെ രീതികളൊക്കെ കാണിക്കും. ഇത് നമ്മുടെ ലാളം തോടാണ്. ഏകദേശം നിറയാനായിട്ടുണ്ട്. നല്ല മഴയാണേ. ചിലപ്പോൾ വൈകുന്നേരത്തോടുകൂടിയൊക്കെ തോടൊക്കെ നിറയാം. ഞാൻ കാണുന്നത് നമ്മുടെ പാലായിലെ ഒരു ബ്രിഡ്ജാണ്, പുതിയതായിട്ട് പണിത ബ്രിഡ്ജാണ് കേട്ടോ. ഞാൻ ബസ്സിലാണ് പോണത്. ഇത് പഴയ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഞാനുള്ളത്. എല്ലാവർക്കും അറിയാം നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡ്. ഇവിടെ ഈ ലാളം തോടും മീനച്ചിലാറും കൂടെ ചേരുന്ന ഒരു സ്ഥലമുണ്ട്. ഈ ചെളി കലർന്നു പോകുന്നത് ലാളം തോടും, അതിനപ്പുറത്തുള്ളത് മീനച്ചിലാറുമാണ് കേട്ടോ. ഞാൻ തിരിച്ചു വരുമ്പോൾ അത് കാണിക്കാം. ഇവിടുന്ന് അങ്ങനെ ചെല്ലുമ്പം നാണ്ടെ നമ്മൾ കൊട്ടാരമറ്റം എത്തി. കൊട്ടാരമറ്റം ഇത് സ്വന്തം കോംപ്ലക്സ് ബിൽഡിങ്ങാണ്. ഞാൻ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് നമ്മുടെ ഇവിടെ എത്തി, കടപ്പാട്ടൂരിൽ നിന്ന് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ജസ്റ്റ് സ്ലോ ചെയ്തു. ഇതാണ് കടപ്പാട്ടൂർ മഹാദേവ ടെമ്പിൾ. അപ്പോൾ ഇതേ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ അൽഫോൻസ കോളേജ് കാണിക്കുന്നുണ്ട്. ഞാൻ തിരിച്ചു വരുമ്പോൾ നല്ല വ്യക്തമായിട്ട് അൽഫോൻസ കോളേജ് കാണിക്കാം. ഈ സൈഡിൽ നമുക്ക് സെൻറ്റ് തോമസ് കോളേജ് ഉണ്ട്. സെൻറ്റ് തോമസ് കോളേജ് കാണിക്കാം. ഇപ്പോൾ കൂടെ നല്ല പോലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വളവ് തിരിഞ്ഞിങ്ങ് വരുമ്പോൾ നമ്മുടെ സെൻറ്റ് തോമസ് കോളേജാണ് കേട്ടോ. സെൻറ്റ് തോമസ് കോളേജ് വളരെ പ്രശസ്തമാണ്, നമ്മുടെ പാലായിലെ സെൻറ്റ് തോമസ് കോളേജ്. അവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എനിക്ക് അവിടെ ഒരു മരിച്ചിടമൊക്കെ ഉണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഇത് നമ്മളിങ്ങനെ മുത്തോലി എത്താനായി, മുത്തോലി ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളൊക്കെ ഈ പാലായും പാലാപ്പട്ടണമൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ എൻ്റെ ഒരു യാത്ര കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ ബസ്സിൽ പോയിട്ട് ഞാൻ ആദ്യമായിട്ട് വീഡിയോ നമ്മുടെ മീനച്ചിലാറ് നല്ലപോലെ നിറയാൻ ഏകദേശമായിട്ടുണ്ട്. അതുപോലെ ശക്തമായ മഴയാണ് കേട്ടോ ഇവിടെ. ഇത് നമ്മുടെ വഴിയോര കാഴ്ചകളാണ് കേട്ടോ. ഈ മീനച്ചിലാറിൻ്റെ തീരത്ത് ഇരിക്കാനുള്ള ചെയറും, അതുപോലെ കുട്ടികളെ കൊണ്ടുവന്ന് ഊഞ്ഞാലാടാനുള്ള സ്ഥലവും കോഫി ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. അപ്പം സായം സന്ധ്യകളിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അതിനകത്ത് ഇവിടെ ഒരു വൃത്തിയാക്കുന്നൊരു ചേട്ടനുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. എന്തായാലും നല്ല ഭംഗിയായിട്ട് ആ ചെടികളൊക്കെ നിൽക്കുന്നത് വെട്ടി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. അപ്പം അതിങ്ങനെ പോവുക. അപ്പോൾ അതേ ചേർപ്പങ്കലെത്താനായി. അങ്ങനെ നിങ്ങളെല്ലാവരും പാലയുടെ ഭംഗി ആസ്വദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും ഒന്നും ഇങ്ങനെ വീഡിയോ വിശദമായിട്ട് കാണിക്കാമല്ലോ. ഇത് ഏതാണ്ട് കുറച്ച് നേരത്തെ വീഡിയോ ഉണ്ട്. വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടിപ്പോയാൽ ക്ഷമിക്കുക. ഇത് കരിമ്പും കൊണ്ട് ഒരു വെല്ലം നമ്മുടെ ശർക്കര ഉണ്ടാക്കുന്നതാണ് കേട്ടോ കണ്ടത്. അത് നമുക്ക് ഡയറക്റ്റ് അവർ പറിച്ച് ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലമാണത്. അവിടെ പോയി നമുക്ക് ശർക്കര മേടിക്കാൻ പറ്റും കേട്ടോ. എല്ലായിടത്തും ശർക്കര എന്ന് പറയുന്നവർ കുറവാണ്. ഈ മലബാർ സൈഡിലൊക്കെ ശർക്കരയ്ക്ക് വെല്ലം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കിടങ്ങൂരെത്താനായി, ചേർപ്പൊങ്കൽ പള്ളി എത്താനായി. അതൊരു ഹോട്ടലാണ് കേട്ടോ. അവിടെ ഒരു ആനയുടെ രൂപമുണ്ട്. ഹോട്ടൽ പ്ലസ് ഓഡിറ്റോറിയം എല്ലാം ഉണ്ട് അതിനകത്ത്. റിസോർട്ടെന്ന് പറയാം. ഇത് ചേർപ്പൊങ്കൽ ബസ് സ്റ്റോപ്പ്. ഇതൊരു നമ്മുടെ മീനച്ചിലാറിനോട് ചേർന്നൊരു സ്ഥലമാണ്. അവിടെ അതിൻ്റെ തൊട്ടടുത്ത് മുഴുവൻ റബ്ബറാണ്. അത് നിറഞ്ഞ് വെള്ളം മീനച്ചിലാറ്റിൽ നിന്ന് മുമ്പിലോട്ട് ഇങ്ങനെ കയറി വരുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ യാത്ര പിന്നെയും തുടരുകയാണ്. എനിക്ക് അങ്ങ് വെട്ടിമുകൾ വരെ എത്തണം. അവിടെയാണ് എനിക്ക് എത്തേണ്ടത്. ഞാൻ അവിടെ പോയിട്ടില്ല. വഴിയരികിൽ നിന്നുള്ള കാഴ്ചകൾ മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഇതെല്ലാം പാടങ്ങളാണ് കേട്ടോ. പാടമെല്ലാം നിറഞ്ഞ് വെള്ളം കിടക്കുന്നതുണ്ടോ. അതിങ്ങനെ വളരെ മനോഹരമാണ് ഇത് യാത്ര. മഴയും തണുപ്പും എല്ലാം കൂടെ ഇപ്പം ഒരു മൂഡ്. ഇതിപ്പോൾ നമ്മൾ കിടങ്ങൂരെത്തി കേട്ടോ. കിടങ്ങൂർ ബസ് സ്റ്റോപ്പിലേക്ക് എത്തുകയാണ്. ഇവിടെയാണ് നമ്മുടെ ലിറ്റിൽ ലൂർദ് ഹോസ്പിറ്റലുള്ളത്. വളരെ പ്രശസ്തമാണ്, വർഷങ്ങളായിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്. ഞാൻ അതിൻ്റെ ഫ്രണ്ടേജ് കാണിക്കാം കേട്ടോ. ഇത് അതിൻ്റെ ഒരു സൈഡ് വശമാണ്. ഈ പാലായിൽ നിന്ന് നമുക്ക് കോട്ടയത്തിന് പോകുന്ന വഴിക്ക് ആദ്യം വരുന്നത് ഈ ബസ് സ്റ്റോപ്പാണ്. ഇത് നമുക്ക് കിടങ്ങൂരിൽ നിന്ന് മൺട്രകാട് പോകുന്ന വഴിക്കാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. ഞാനിവിടുന്ന് ഏറ്റുമാനൂരിനടുത്തേക്കാണ് പോണത്. എന്നാലും ഇത് ഇവിടെയാണ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ടേജ് കേട്ടോ. ഇതിങ്ങനെ ഇവിടുന്ന് അങ്ങനെ നമ്മൾ
അങ്ങ് പോവുക മൺട്രകാട് വഴി പോകുന്ന വഴിയാണത്. ഇത് കിടങ്ങൂർ കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്ഥലങ്ങളാണ് കേട്ടോ. അതെല്ലാം പാടമാണ്. പാടത്തെല്ലാം വെള്ളം കയറി കിടക്കും. ഇത് അതിൻ്റെ അടുത്തുള്ളൊരു പമ്പാണ്, പെട്രോൾ പമ്പേ. ഇങ്ങനെ ഓരോരോ കാഴ്ചകൾ നമ്മളിപ്പം വീഡിയോ എടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകതയാണല്ലോ. പോകുന്ന വഴിക്കെല്ലാം കുറേയേറെ ചെറിയ ചായക്കടകളും പെട്ടിക്കടകളും ഒക്കെ ഉണ്ട് കേട്ടോ. മൺചട്ടി താണ്ട് മൺചട്ടികൾ നിർമ്മിക്കുന്നത് അതൊരു പാടമാണ് കേട്ടോ. ആ വെള്ളം കിടക്കുന്ന ഈ പാടത്തിൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു തോട്, അതിൻ്റെ പാലമാക്കേണ്ടത്. അപ്പോൾ അവിടെയെല്ലാം ഈ ചെറിയ കടകൾ നടത്തുന്നവർ ചെടികൾ നട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പോയി ഇപ്പം ഞാൻ വെട്ടിമൂൾ എത്താനായി ഏകദേശം. അപ്പം ഇങ്ങനെ പോയി എന്നാണ്ട് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഏക്കുവാണ് കേട്ടോ. വെട്ടിമൂൾ എത്താനായി ഏകദേശം. അപ്പോൾ കണ്ടക്ടർ എന്നോട് പറഞ്ഞു എത്താനായി എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ചെല്ലുന്നത് ഒരു കുരിശുപള്ളി വഴിയിലാട്ടോ കുരിശുപള്ളി ഉള്ളത്. ആ കുരിശുപള്ളി എത്താനായപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ഇത് ഇവിടെയാണ് എന്ന് പറഞ്ഞു. എനിക്ക് വലിയ പരിചയമില്ലാത്ത നാടായതുകൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് വെട്ടിമൂൾ എത്തുമ്പോൾ എന്നോട് പറയണമെന്ന്. ഞാനങ്ങനെ കോട്ടയത്തേക്ക് അത് യാത്ര ചെയ്തിട്ടില്ല. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ വെട്ടിമൂൾ എത്തുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു പമ്പുണ്ട്, പെട്രോൾ പമ്പ്. ഈ കയറ്റം കയറി ചെന്നാൽ വെട്ടിമൂൾ ടൗണാണ്. ചെറിയൊരു ടൗണാണ് കേട്ടോ, വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല, ചെറിയൊരു ടൗണ്. അപ്പം ഞാനങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. ഇതാണ് കേട്ടോ വെട്ടിമൂൾ ടൗണ്. ഞാനൊന്ന് ഇറങ്ങട്ടെ കേട്ടോ. ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പം നിങ്ങൾ കാഴ്ചകൾ കാണുക. ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. ബസ് നിർത്തിയേ. ചെറിയ 1-2 കടകളേ ഉള്ളൂ കേട്ടോ ഇവിടെ. അപ്പം അങ്ങനെ ഈ വഴി ഇങ്ങനെ പള്ളിയിലോട്ട് കയറി പോകണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഞാൻ മെയിൻ റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ. ഇതേ വഴി സൈഡിൽ തന്നെ ഈ ഒരു കുരിശുപള്ളി. കോട്ടയത്തുനിന്ന് അധികം ദൂരം പോകാത്തത് കൊണ്ടാണ് ഞാൻ ഈ കുരിശുപള്ളി അങ്ങനെ ശ്രദ്ധിക്കാത്തത്. അതുകൊണ്ടാണ് ഈ സ്ഥലം അറിയത്തില്ല ആദ്യം വന്നത്. അപ്പോൾ അത് ഈ പള്ളിയിലോട്ട് കയറാൻ അത്യാവശ്യം നല്ലൊരു കയറ്റമുണ്ട് കേട്ടോ. ഞാൻ മടുത്തു പോയി, എന്നെക്കൊണ്ട് പറ്റിയില്ല. അതുകൊണ്ട് എന്തായാലും ഞാൻ കയറി. എന്നാണേലും കയറി ഇതാണ്ട് പള്ളിയിലോട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. 2 സൈഡിൽ കൂടെ ഇതുപോലെ സ്റ്റെപ്പുണ്ട്. ആ കാറ് കിടക്കുന്നതിൻ്റെ അപ്പുറത്ത് റാമ്പുണ്ട്. വയ്യാത്തവർക്ക് കയറി പോകേണ്ട സ്റ്റെപ്പ് കയറാൻ പറ്റില്ലാത്തവർക്ക് കയറാൻ വേണ്ടിയിട്ട് റാമ്പുണ്ട്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ പള്ളി വരുന്നത്. ആദ്യമായിട്ട് ഈ പള്ളിയിൽ പോകുന്നവർ ഓരോ പള്ളിയിലും പോകുന്ന എൻ്റെ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. ഒരു പള്ളിയിൽ ആദ്യമായിട്ട് പോകണ ആ പള്ളിയിൽ ചെല്ലുമ്പം ആ പള്ളിയിലെ വിശുദ്ധനോട് 3 കാര്യങ്ങൾ ചോദിച്ചാൽ അത് സാധിച്ചു കിട്ടുമെന്ന്. അപ്പം ഞാനിങ്ങനെ ഈ പള്ളിക്കകത്ത് കയറാട്ടോ. ഈ പള്ളിമുറ്റം നിറച്ചു ആളാണ്, പള്ളിക്കകം നിറച്ചു ആളാണ്. ഒരുപാട് അച്ഛന്മാരും കന്യാസ്ത്രീകളും ഉണ്ടായിരുന്നു കേട്ടോ. ഈ അമ്മച്ചിയുടെ അടക്കനെ 95 വയസ്സുള്ള ഒരു അമ്മച്ചി വരുന്നത്. അപ്പോൾ അമ്മച്ചി അങ്ങനെ ഈശോയുടെ സന്നിധിയിൽ അമ്മച്ചി ബോഡി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒത്തിരി പേരുണ്ട്. ഞാൻ അവരെയൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ വന്നു നേരെ പള്ളിക്കകത്തേക്ക് തന്നെ പോവാം. അപ്പോൾ ഇതാണ് ഈ പള്ളി. ഇത് സെൻറ്റ് മേരീസ് ചർച്ച് വെട്ടിമൂൾ എന്നാണ് മാതാവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണ് കേട്ടോ. പിന്നെ ഞാൻ തിരിച്ചടക്കെല്ലാം കഴിഞ്ഞ് നാണ്ടേ നേരെ വഴി സൈഡ് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങാൻ ഞാൻ തുടങ്ങുകയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമല്ലോ എന്നിട്ട്. നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇത് മുഴുവൻ റബ്ബറാണ്. ഇനി ഇങ്ങനെ ഒരു ഇതുണ്ട്, ചെറിയൊരു മിറ്റം പോലെ ഉണ്ട്. ഇങ്ങനെ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് ഈ കുരിശിരിക്കുന്നത്. കുരിശിൻ്റെ ചുറ്റും 2 കൽത്തൂണുകളുണ്ട്. അതിൽ ഈ എണ്ണയോ തിരിയൊക്കെ കത്തിക്കുന്നതാണ് ഇതെല്ലാം. അത് ഞാനിങ്ങനെ ബസ് സ്റ്റോപ്പിൽ അടുത്ത ബസ്സിന് ഇത് പാലായ്ക്ക് പോകുന്ന റൂട്ടാണ്. അത് ഇതുപോലെ ഇത് ഏറ്റുമാനൂർ കോട്ടയത്തിന് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ പോയേക്കാൻ നിർത്തി തിരിച്ച് വന്നപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ചേട്ടായി ഉണ്ട്. ഞാനും ചേട്ടായും കൂടിയാണ് തിരിച്ച് വീട്ടിലോട്ട് പോയിരുന്നത്. അപ്പം നമുക്കൊന്ന് ബസ് കയറി പോന്നാലോ? പോയേക്കാം. ഒത്തിരി നേരം ഇവിടെ നിന്നാൽ ചിലപ്പോൾ പിള്ളേർ പള്ളിക്കൂടം വിട്ട് വരും. അതുകൊണ്ട് രാവിലെ ഇറങ്ങിയതല്ലേ, ഒത്തിരി നേരം ഇവിടെ നിൽക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പോന്നു നമ്മുടെ ചേർപ്പെങ്കിൽ
നമ്മുടെ കുടത്തിലുണ്ണിയാണ് കേട്ടോ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കുടത്തിലുണ്ണി എന്നാണ് പറയുന്നത്. ഉണ്ണീശ ഒരു ഗ്ലോബിൻ്റെ മുകളിലാണ് കയറി നിൽക്കുന്ന ചേർപ്പങ്കപ്പള്ളിയെ. ഇത് എണ്ണപ്പനയാണ് കേട്ടോ. ഇത് ചേർപ്പങ്കൽ തൊട്ടിപ്പുറം തന്നെ ഈ കാണുന്ന മുഴുവൻ എണ്ണപ്പനയാണ്. അത് പറിക്കാറുണ്ടായില്ല എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും അതൊരു എണ്ണപ്പന. ഇത് നമ്മുടെ പാലായിലെ റബ്ബർ പാലോട്ട് പാലൊക്കെ ശേഖരിക്കുന്ന ഡിപ്പോയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പോന്നു ഏകദേശം പാലായെത്താനായി. അങ്ങനെ എല്ലായിടത്തും മഴയാണ്, വെള്ളമാണ്. ഞാൻ അങ്ങ് പോയതിനേക്കഴിഞ്ഞും കൂടുതൽ വെള്ളം ഇപ്പം ആറ്റിലുണ്ട്. ഇത് വെള്ളം നല്ലപോലെ കയറി. അപ്പം ഇതുകൊണ്ടോ ആറ് നിറഞ്ഞ് വെള്ളം പോകുന്നുണ്ട്. അതിൽ എനിക്ക് കാണുമോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ അങ്ങ് പോയതിനേക്കഴിഞ്ഞും കൂടുതൽ വെള്ളമായിട്ടുണ്ട്. അപ്പം മഴ കിഴക്ക് നല്ലപോലെ പെയ്യുന്നുണ്ട്. ഉരുൾ പൊട്ടാതെയൊക്കെ ഇരുന്നാൽ നല്ലതായിരുന്നു. നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കുക. ഇത് നമ്മുടെ VHSC വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ കണ്ടത്. നമ്മളങ്ങനെ മരിയൻ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്താനായേ. മുത്തോലി അടുത്താണ് കേട്ടോ ഈ VHSC ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ അടുത്ത ഈ ബ്ലൂ കാണുന്നത് നമ്മുടെ ഗവൺമെൻറ് ഇതാണ് ഗസ്റ്റ് ഹൗസ്. ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസാണ്. ഇവിടെ തന്നെയാണ് നമ്മുടെ മരിയൻ ഹോസ്പിറ്റലുള്ളത്. ഈ ജസ്റ്റ് ഈ വഴി കൂടി ഇങ്ങനെ വന്ന് മുകളിലോട്ട് കയറിപ്പോയാൽ മരിയൻ ഹോസ്പിറ്റലാണ്. ഒരു 100 മീറ്റർ പോലും നടക്കാനില്ല. ഈ വഴിയും കയറിപ്പോയാൽ മതിയേ. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ അൽഫോൻസ കോളേജ് എത്താനായി ഏകദേശം. ഇത് അൽഫോൻസ കോളേജിൻ്റെ ഹോസ്റ്റലാണ്. ഇതാണ് നമ്മുടെ അൽഫോൻസ കോളേജ്. പാലായിൽ വളരെ പ്രശസ്തമായ ഒരു കോളേജാണ് അൽഫോൻസ കോളേജ്. അങ്ങനെ അവിടുന്ന് ഞാൻ പോകുന്നു. പിന്നെ നമ്മുടെ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ് എന്നാണ് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിനെ അറിയപ്പെടുന്നത്. അപ്പം എല്ലാവർക്കും ഈ പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ വലിയ അറിവില്ല. പുതിയ ബസ് സ്റ്റാൻഡ് എന്നാട്ടോ ഈ മറ്റം ബസ് സ്റ്റാൻഡിൻ്റെ പേര്. ഇത് പണിതിട്ട് ഒത്തിരി വർഷങ്ങളൊന്നും ആയില്ല. മറ്റേത് നമ്മൾ ആദ്യം കാണിച്ച ആറുംതോടും കൂടുന്നിടത്തുള്ളത് ബസ് സ്റ്റാൻഡ് വർഷങ്ങൾ നൂറ്റാണ്ടുകളായതാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് പോന്നു. അവിടെ നിന്ന് പോന്നിട്ട് നമുക്ക് ഈ പുത്തേട്ട് ആർക്കിഡുണ്ട്. പുത്തേട്ട് ആർക്കിഡിലാണ് നമ്മുടെ 3D മൂവീസുകൾ ഇറങ്ങുന്നത്. പുത്തേട്ട് ആർക്കിഡിലാണ് 3D ഫിലിമുകൾ എല്ലാ കൂട്ടവും ഇറങ്ങുന്ന പുതിയൊരു തിയേറ്ററാണ് കേട്ടോ. ആ മുകളിലാണ് പുത്തേട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്ന് നമ്മുടെ സെൻറ്റ് തോമസ് സ്കൂള് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. അപ്പം എല്ലാവർക്കും തന്നെ നമ്മുടെ പാലായിലെ സെൻറ്റ് തോമസ് സ്കൂള് പരിചയം ഉണ്ടായിരിക്കാം, കണ്ടിട്ടുണ്ടായിരിക്കാം, കേട്ടിട്ടുണ്ടായിരിക്കാം. നമ്മുടെ പാലായിൽ വളരെ പ്രശസ്തമാണ് സെൻറ്റ് തോമസ് സ്കൂളും അതെ, സെൻറ്റ് തോമസ് കോളേജും അതെ. അങ്ങനെ ഞാൻ ആശുപത്രി കവലയിൽ നമ്മുടെ KM മണി സാറിൻ്റെ പേരിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്താനായി കേട്ടോ. ആ കറുത്ത് കാണുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ബിൽഡിങ്ങുകളാണ്. അപ്പം അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മൾക്ക് ബസ് സ്റ്റോപ്പ് ഇത് കണ്ട ഈ ബിൽഡിങ് ബോർഡ് തന്നെയുണ്ട് KM മണി ആശുപത്രി എന്ന് പറഞ്ഞിട്ട്. ഇത് ഈ വഴിയാണ് കയറി പോകുന്ന ആശുപത്രിയിലോട്ടെ. അപ്പം നമ്മൾ പിന്നെയും പോരുവാണ്. ഇപ്പോൾ ദാണ്ടെ നമ്മുടെ കുരിശുപള്ളിയാണ് കാണുന്നത്. നമ്മുടെ സുരേഷ് ഗോപിയുടെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജൂബിലി പെരുന്നാൾ റീക്രിയേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരുക്കങ്ങളാണ് ഇപ്പം നമ്മുടെ കുരിശുപള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അറിയില്ല അത് എവിടം വരെ എത്തിയെന്ന്. മൂവി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഈ പന്തലിട്ടേക്കുന്നത് സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ജൂബിലി പെരുന്നാൾക്ക് റീക്രിയേഷന് വേണ്ടിയിട്ട് അവിടെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. എങ്ങനെയായതാണെന്നൊന്നും നമുക്കറിയത്തില്ല. അങ്ങനെ ഞാൻ ആറും തോടും ചേരുന്ന സ്ഥലത്ത് തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ ഇതാണ് ആറ് തോട്. നമ്മുടെ മീനച്ചിലാറും ലാളം തോടുമാണ്. ഈ ലാളം തോട്ടിക്കൂടെയാണ് ഈ ചെല്ലിൽ കലർന്ന് വെള്ളം പോകുന്നത്. അതിൻ്റെ അപ്പുറത്തൂടെ പോകുന്നതാണ് നമ്മുടെ മീനച്ചിലാറ്. അപ്പോൾ എല്ലാവരും ഒന്നും ഇത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പം വെള്ളം നല്ല ശാന്തമായിട്ടാണ് പോകുന്നത്. പക്ഷേ വെള്ളം ഒന്നിനൊന്നനുസരിച്ച് പൊങ്ങുന്നുണ്ട് കേട്ടോ. ഇത് പുതിയൊരു ബ്രിഡ്ജാണ്. അത് പൂട്ടിയിട്ടേക്കാണ്. അപകടങ്ങൾ ഒരുപാടുള്ളത് കൊണ്ടായിരിക്കാം പൂട്ടിയിട്ടേക്കുന്നത്. ദുരുപയോഗം കാണുമായിരിക്കും. അപ്പോൾ അതങ്ങനെ ഞാനിങ്ങനെ പോയി നമ്മുടെ ഒലിവിൻ്റെ സൈഡിൽ കൂടെ നടന്ന് ഒലിവ് ഹോട്ടലാണ് കേട്ടോ കാണുന്നത്. ഒലിവ് ഹോട്ടലിൻ്റെ സൈഡിൽ കിടന്ന ഒലിവിൻ്റെ പാലമാണത്. രാവിലെ പോയപ്പം ഇതിനെക്കഴിഞ്ഞും വെള്ളം കുറവായിരുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. വെള്ളം കൂടിയിട്ടുണ്ട് കുറച്ച്.
അപ്പോൾ അങ്ങനെ ഞാനും ചേട്ടായി ഇന്ന് പാലാപ്പട്ടണം മുഴുവൻ വട്ടം കറങ്ങി. പാലാപ്പട്ടണം എന്നല്ല, ഞങ്ങളങ്ങ് വെട്ടിമോള് മുതൽ പാലാ വരെ ഒരുമിച്ച് യാത്ര ചെയ്തു കേട്ടോ. തിരിച്ച് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. തിരിച്ച് ഞങ്ങളിങ്ങനെ നടന്നത്. ഇതാണ് നമ്മുടെ സ്റ്റേഡിയത്തിനകത്തെ ബിൽഡിംഗ് കേട്ടോ. സ്റ്റേഡിയം ജംഗ്ഷനാണ് ഞാനുള്ളത്. നമ്മുടെ ഏതാണ്ട് പുഴക്കരപ്പാലം. അങ്ങനെ നമ്മുടെ സ്റ്റേഡിയം ജംഗ്ഷനിലെത്തി. അപ്പം എല്ലാവർക്കും ടാറ്റ. ഇത്രയും നേരം എന്നെ കണ്ടതിനും കേട്ടതിനും എൻ്റെ വീഡിയോ കണ്ടാൽ ഇഷ്ടമാണെങ്കിൽ സന്തോഷം. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു.